വെൽക്കം ബാക്ക് ടു മാഗ്ന ജൂറിസ്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയ ലീഗൽ സീരീസാണ്. ഫാമിലി ലോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് ലോ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. എന്താ പറയുക, ലീഗൽ റൈറ്റ്സ്, ഫാമിലി ലോ റിലേറ്റഡ് ആയിട്ടുള്ള, ഫാമിലി മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പ്രിൻസിപ്പിൾസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഫാമിലി ലോ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഫാമിലി ലോ എന്ന് നോക്കാം. ഫാമിലി ലോ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ് എ ബ്രാഞ്ച് ഓഫ് ലോ ദാറ്റ് ഡീൽസ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഫാമിലി റിലേഷൻഷിപ്പ്. ഫാമിലി റിലേഷൻഷിപ്സിൻ്റെ മാറ്റേഴ്സ് റിലേറ്റ് ചെയ്യുന്നതാണ്, അത് ഡീൽ ചെയ്യുന്നതാണ്, ആ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഫാമിലി ലോ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പിന്നെ അതുപോലെ തന്നെ ഫാമിലി ലോ ഇസ് എ ബ്രാഞ്ച് ഓഫ് ലോ ദാറ്റ് ഗവേൺസ് ലീഗൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറൈസിങ് ഫ്രം ഫാമിലി റിലേഷൻഷിപ്പ്. അതായത് ലീഗൽ റൈറ്റ്സ് നമ്മൾ കണ്ടു, ലീഗൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലി ലോയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഈ ടൈപ്പ് സാധനങ്ങൾ ഏതൊക്കെയാണ്? റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം ഗവേൺ ചെയ്യുന്നതാണ് ഫാമിലി ലോ എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും? മാരേജ്, ഡിവോഴ്സ്, മെയിൻ്റനൻസ്, അഡോപ്ഷൻ, ഗാർഡിയൻഷിപ്പ്, ഇൻഹെറിറ്റൻസ്, സക്സഷൻ ആൻഡ് ലെജിറ്റിമസി. ഏതൊക്കെയാണ്? മാരേജ്, ഡിവോഴ്സ്, മെയിൻ്റനൻസ്, അഡോപ്ഷൻ, ഗാർഡിയൻഷിപ്പ്, ഇൻഹെറിറ്റൻസ്, സക്സഷൻ ആൻഡ് ലെജിറ്റിമസി. ഇതെല്ലാമാണ്, ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് മെയിൻലി ഫാമിലി ലോ ഡീൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഫാമിലി ലോ ഇസ് എ പേഴ്സണൽ ലോ. ഫാമിലി ലോ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ലോ ആണ്. മീനിങ് ഇത് റിലീജിയൻ വൈസ് വാരി ചെയ്യുമ്പോൾ, അതായത് ഫാമിലി ലോ റിലീജിയൻ വൈസ് വാരി ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ലോ കാണാൻ പറ്റും? അതിൽ ഹിന്ദു ലോ ഉണ്ട്, ക്രിസ്ത്യൻ ലോ ഉണ്ട്, മുസ്ലിം ലോ ഉണ്ട്, പാഴ്സി ലോ ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്റ്റും ഉണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് എന്താണ്? സെക്യുലർ ഇൻ നേച്ചറാണ്. അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്റ്റും നമുക്ക് ഫാമിലി ലോ വാരി ചെയ്യുമ്പോൾ, റിലീജിയൻ വൈസ് വാരി ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ലോ. ഫാമിലി ലോൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഫാമിലി യൂണിറ്റ്. അതായത് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫാമിലി ലോ ഹെൽപ്പ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഫാമിലി ഈസ് കൺസിഡേർഡ് ആസ് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു യൂണിറ്റായിട്ട്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റായിട്ട് ഫാമിലീനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫാമിലി ലോ ഹെൽപ്സ് പ്രിസർവ് ആൻഡ് റെഗുലേറ്റ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലി ലോ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്, നമ്മുടെ സൊസൈറ്റിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രിസർവ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് ഫാമിലി ലോൻ്റെ മെയിൻ ആയിട്ടൊരു ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് പറയുന്നത്, അതായത് കുടുംബം എന്ന ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് സൊസൈറ്റീനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എൻഷുവേഴ്സ് ജസ്റ്റിസ് വിത്തിൻ ഡൊമസ്റ്റിക് ലൈഫ്. നമ്മുടെ ഡൊമസ്റ്റിക് ലൈഫിൽ തന്നെ ജസ്റ്റിസ് എൻഷുവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? എക്സാമ്പിൾ, സ്പൗസ് അബ്യൂസ് നമ്മൾ കാണാറുണ്ട്, സ്പൗസ് അബ്യൂസ് കണ്ടിട്ടുണ്ട്. പിന്നെ കസ്റ്റഡി ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, മെയിൻ്റനൻസ് റൈറ്റ്സ് ഉണ്ട്, പിന്നെ കസ്റ്റഡി ബാറ്റിൽസ് ഉണ്ട്. ഇതിനെല്ലാം റെമഡീസ് ഫാമിലി ലോ വഴി നമുക്ക് കിട്ടും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ലോ കൂടെ അതിനെല്ലാം റെമഡി സീക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നെക്സ്റ്റ് വരുന്നതിൽ പ്രിസർവ്സ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഐഡൻറ്റിറ്റി. നമ്മുടെ കൾച്ചറൽ ആയിട്ടും റിലീജിയസ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് പ്രിസർവ് ചെയ്യാനായിട്ട് ഫാമിലി ലോ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ്? ഫാമിലി ലോ വേരി ബേസ്ഡ് ഓൺ റിലീജിയൻ ടു റെസ്പെക്ട് ഡിഫറെൻറ്റ് ട്രഡീഷൻസ് ആൻഡ് പ്രാക്ടീസസ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ റിലീജിയണിനും ഓരോ കാസ്റ്റിനും അതിൻ്റേതായ കസ്റ്റംസും പ്രാക്ടീസും പിന്നെ അതേപോലെ തന്നെ ട്രഡീഷൻസും ഉണ്ട്, നോംസും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ റെസ്പെക്റ്റ് ചെയ്തും ബാലൻസ് ചെയ്തും കൊണ്ടുപോകുന്നതാണ് ഫാമിലി ലോൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് ഫാമിലി ലോൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ലോ ആണ്. അത് ഏതൊക്കെയാണ്? പ്രൊട്ടക്ട്സ് ഫാമിലി ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെന്താ? എൻഷുവേഴ്സ് ജസ്റ്റിസ് വിത്തിൻ ഡൊമസ്റ്റിക് ലൈഫ്, പ്രിസർവ്സ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഐഡൻറ്റിറ്റി. ആൻഡ് നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാമിലി ലോൻ്റെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഇന്ത്യ ഹാസ് നോ യൂണിഫോം സിവിൽ കോഡ് യെറ്റ്. അതായത് ഇതുവരെ ഇന്ത്യക്ക് യൂണിഫോം സിവിൽ കോഡ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ലോ കൂടെയൊക്കെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്ന് നമുക്ക് നോക്കാം. റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് കസ്റ്റംസ്, അതായത് ലൈക്ക് മനുസ്മൃതി, ഖുറാനിക് ഇൻജങ്ഷൻസ്, അതിൽ കൂടെയൊക്കെയാണ്. അതായത് റിലീജിയസ് ടെക്സ്റ്റസ് ആയിട്ടുള്ള, ഇതെല്ലാം റിലീജിയസ് ടെക്സ്റ്റസ് ആണ്. ഖുറാനിക് ഇൻജങ്ഷൻസ്, മനുസ്മൃതി, ബൈബിൾ, അങ്ങനത്തെ സാധനങ്ങൾ കൂടെയാണ് ഫസ്റ്റത്തെ വന്നിരിക്കുന്നത്. റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് കസ്റ്റംസ് ലൈക്ക് മനുസ്മൃതി, ഖുറാനിക് ഇൻജങ്ഷൻസ് എക്സെട്ര. ഇനി നെക്സ്റ്റ് കൊളോണിയൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്?
ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് കോഡിഫിക്കേഷൻസ് ലൈക്ക് ഹിന്ദു മാരേജ് ആക്ട് 1955. അതായത് ബ്രിട്ടീഷ് 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരുപാട് കോഡിഫിക്കേഷൻസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഹിന്ദു മാരേജ് ആക്ടിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിവോഴ്സ് ആക്റ്റും അങ്ങനെയാണ് വന്നത്. കൊളോണിയൽ ഇൻഫ്ലുവൻസിലൂടെയാണ് ഇന്ത്യൻ ഡിവോഴ്സ് ആക്റ്റും ഹിന്ദു മാരേജ് ആക്റ്റും വന്നിരിക്കുന്നത്. അതുപോലെ മോഡേൺ ലീഗൽ റിഫോമിൽ എന്തൊക്കെയാണ് വന്നിരുന്നത് നോക്കാം. മോഡേൺ ലീഗൽ റിഫോമിൽ ലൈക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് വന്നിട്ടുണ്ട്. അത് ഏതാ ഇയർ 1954 വന്നത്. പിന്നെ അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത് അഡോപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും മോഡേൺ ലീഗൽ റിഫോം കൂടെ വന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് സോഴ്സസ് ഓഫ് ഫാമിലി ലോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ആണ് നോക്കുന്നത്. അതിൽ ഹിന്ദു ലോയിൽ വരുന്നത് ശ്രുതി, സ്മൃതി, കസ്റ്റംസ്, ജുഡീഷ്യൽ ഡിസിഷൻസ്, സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെയാണ്. ആദ്യം തന്നെ പറയുന്നത് ശ്രുതീസ് ആണ്. ശ്രുതി എന്ന് പറയുമ്പോൾ വേദാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ശ്രുതി ആൻഡ് സ്മൃതി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രുതി ആൻഡ് സ്മൃതി എന്ന് പറയുന്നത് ഫാമിലി ലോൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റ്സ് ഒക്കെയാണിത്. അപ്പോൾ എന്താണ് ശ്രുതി ആൻഡ് സ്മൃതി? ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങളെയാണ്. അതായത് നമ്മൾ പല ടൈപ്പ് ഓഫ് വേദാസ് കണ്ടിട്ടുണ്ട്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വേദാസ് ഒക്കെയാണ് ശ്രുതി എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ശ്രുതി എന്ന് പറയുന്നത് വേദാസ് ആണ്. ആൻഡ് നെക്സ്റ്റ് സ്മൃതി നമ്മൾ കേട്ടിട്ടുണ്ട്. മനുസ്മൃതി, അങ്ങനത്തെ സ്മൃതികൾ, അതായത് ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനത്തെയാണ് പറയുന്നത്. മനുസ്മൃതി സ്മൃതിയിൽ പെടും. ആൻഡ് കസ്റ്റംസും പിന്നെ സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ്? ജുഡീഷ്യൽ ഡിസിഷൻസും ഉണ്ട്. സ്റ്റാറ്റ്യൂട്ട്സ് ലൈക്ക് ഹിന്ദു മാരേജ് ആക്ട് 1955, പിന്നെ ഹിന്ദു സക്സഷൻ ആക്ട് 1956. അതെല്ലാമാണ് ഹിന്ദു ലോയിലെ സോഴ്സായിട്ട് വരുന്നത്. ഇനി മുസ്ലിം ലോയിലെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുസ്ലിം ലോയിലെ സോഴ്സസ് ഫസ്റ്റ് വരുന്നത് ഖുറാനാണ്. ഖുറാൻ കഴിഞ്ഞാൽ ഹാഡിത്ത്, പ്രോഫറ്റ്സ് സെയിങ്സ്, അതായത് പ്രോഫറ്റ്സിൻ്റെ സെയിങ്സ് ആണ് ഹാഡിത്ത്. ഇനി അതുപോലെ തന്നെ ഇജ്മ എന്താണ്? കൺസെൻസസ് ആണ് ഇജ്മ എന്ന് പറയുന്നത്. പിന്നെ ഖുയാസ് ആണ് അനാലജിയാണ് ഖുയാസിൽ വരുന്നത്. അതൊക്കെയാണ് മുസ്ലിം ലോയിലെ സോഴ്സസ് ആയിട്ട് വരുന്നത്. ഇനി ക്രിസ്ത്യൻ ലോൻ്റെയും പാസി ലോൻ്റെയും സോഴ്സസ് നമുക്ക് നോക്കാം. അത് ഇതൊക്കെയാണ്? കോഡിഫൈഡ് ആക്ട്സ് ലൈക്ക് ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, പിന്നെ പാസി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട്. ഈ കോഡിഫൈഡ് ആക്ട്സിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1872, പാസി മാരേജ് ആക്ട് ആൻഡ് ഡിവോഴ്സ് ആക്ട് 1936 ആണ് വരുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ കണ്ടു അതെല്ലാമാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഫാമിലി ലോ എന്ന് പറയുന്നത്. ഇനി നമുക്കതൊന്നും കൂടെ ഒന്ന് ഓവർവ്യൂ ചെയ്ത് നോക്കാം. എന്താണ് ഹിന്ദു ലോയിൽ എന്താ പറയുന്നത്? ഗവേൺഡ് ബൈ ദ ഹിന്ദു പേഴ്സണൽ ലോ. അതായത് ഹിന്ദു പേഴ്സണൽ ലോ ആണ് ഹിന്ദു ലോ ഗവേൺ ചെയ്യുന്നത്. അതിലെന്തൊക്കെയാണ്? വിച്ച് ഇൻക്ലൂഡ്സ് ദ ഹിന്ദു മാരേജ് ആക്ട്, പിന്നെ ഹിന്ദു സക്സഷൻ ആക്ട്, വാരിയസ് കസ്റ്റമറി, അതായത് പല ടൈപ്പ് ഓഫ് കസ്റ്റമറി ലോസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് കവേഴ്സ് മാരേജ്, ഡിവോഴ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ് എമംഗ് ഹിന്ദുസ്. അതായത് ഹിന്ദുസിൽ തന്നെ മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ് എല്ലാം ഇത് കവർ ചെയ്യും, ഹിന്ദു ലോയിൽ കവർ ചെയ്യും. ഇനി അതുപോലെ തന്നെ മുസ്ലിം ലോയിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലോയിൽ ഏതൊക്കെയാണ് വരുന്നത്? ബേസ്ഡ് ഓൺ ദ ഷെറിയ. പിന്നെ മുസ്ലിം ഫാമിലി ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ മാരേജ്, ഡിവോഴ്സ്, അതായത് തലാക്ക്, പിന്നെ മെയിൻ്റനൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ്. അതുപോലെ തന്നെ ദിസ് ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് റെഗുലേറ്റ്സ് ഡിവോഴ്സ് എമംഗ് ദ മുസ്ലിംസ്. അതായത് ഈ ഡിസൊല്യൂഷനാണ് മുസ്ലിം മാരേജ് ആക്ട് പ്രകാരം മുസ്ലിംസിൻ്റെ മാരേജിലെ ഡിവോഴ്സസ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി സ്കോപ്പ് ഓഫ് ഫാമിലി ലോ കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്. സോ ഇൻ ദ അപ്കമിങ് വീഡിയോസ് നമുക്കതെല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഫാമിലി ലോയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫാമിലി ലോ എൻകോമ്പസസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് മാരേജ് രജിസ്ട്രേഷൻ, ഡിവോഴ്സ് പ്രൊസീഡിങ്സ്, ചൈൽഡ് കസ്റ്റഡി ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഇൻഹെറിറ്റൻസ് റൈറ്റ്സ്. എന്തൊക്കെയാണുള്ളത്? ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് മാരേജ് രജിസ്ട്രേഷൻ, divorce proceedings, child custody disputes and inheritance rights, reflecting its comprehensive nature in addressing personal matters. അതുപോലെ തന്നെ it addresses marriage validity, spousal rights and the legal consequences of marriage breakdown, providing clear guidance for the individuals navigating these issues. അങ്ങനെയെല്ലാം ഇത് ഫാമിലി ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫാമിലി ലോ ഓൾസോ ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ അഡോപ്ഷൻ ആൻഡ് ഗാർഡിയൻഷിപ്പ്.
അതായത് ഗാർഡിയൻഷിപ്പിനും അഡോപ്ഷനും ഉള്ള ലീഗൽ പ്രൊവിഷൻസും അതേപോലെ തന്നെ പ്രിൻസിപ്പൾസും എല്ലാം ഫാമിലി ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ സുരക്ഷ വെൽഫെയർ ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ദെയർ റിലേഷൻഷിപ്പ് വിത്തിൻ ദ ഫാമിലീസിൽ അവരനുഭവിക്കുന്ന അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അതെല്ലാം ഫാമിലി ലോ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫാമിലി ലോയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? മാരേജ് ലോസ് ഉണ്ട്, അതായത് വാലിഡ്, വോയിഡ് ആൻഡ് വോയിഡബിൾ ആയിട്ടുള്ള എല്ലാ മാരേജ് ലോസിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഡിവോഴ്സ് ആൻഡ് ജുഡീഷ്യൽ സെപ്പറേഷൻ, ഡിവോഴ്സും ജുഡീഷ്യൽ സെപ്പറേഷനെയും കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹാലിമണിയും മെയിൻ്റനൻസിൻ്റെയും കാര്യങ്ങൾ ഫാമിലി ലോയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താണ്? അഡോപ്ഷനും ഗാർഡിയൻഷിപ്പും ഉണ്ട്. പിന്നെ സക്സഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്, അതേപോലെ ഡൊമസ്റ്റിക് വയലൻസ് ലോസ്, പിന്നെ യൂണിഫോം സിവിൽ കോഡ്, ഇതെല്ലാം ഫാമിലി ലോയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇനി നമുക്ക് നമ്മുടെ ലോ സ്റ്റുഡൻസിന് ഇതൊരു കോർ സബ്ജക്റ്റാണ്. പിന്നെ റിയൽ ലൈഫിൽ ഫാമിലി ഡിസ്പ്യൂട്ട്സ് ഹാൻഡിൽ ചെയ്യാനും ഇതിലെ നോളജ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റിയിലെ എത്തിക്കൽ വാല്യൂസും അതുപോലെ തന്നെ ലീഗൽ അവയർനെസ്സും ബിൽഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫാമിലി ലോ ഇൻ ഇന്ത്യ ഇസ് എസെൻഷ്യൽ ഫോർ റെഗുലേറ്റിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് എൻഷുറിങ് ജസ്റ്റിസ് വിത്തിൻ ഫാമിലീസ്. അതായത് ഫാമിലിയിലെ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫാമിലീസിൽ തന്നെ ജസ്റ്റിസ് ഉറപ്പുവരുത്താനും ഫാമിലി ലോ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇറ്റ്സ് ഡൈവേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ സോഴ്സസ് എന്താണ് റിഫ്ലക്ട് ദ കൺട്രീസ് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി, അതായത് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ആണെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ നീഡ് ഫോർ ടൈലേർഡ് ലീഗൽ സൊല്യൂഷൻസ്, അതായത് അതിൻ്റെ ടൈലേർഡ് ആയിട്ടുള്ള ലീഗൽ സൊല്യൂഷൻസിൻ്റെ നീഡും അത് കാണിക്കുന്നു. പിന്നെ ബൈ പ്രൊട്ടക്റ്റിംഗ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് പ്രൊവൈഡിങ് അവന്യൂസ് ഫോർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും റൈറ്റ് ഉണ്ടെന്നും അതുപോലെ തന്നെ എന്താണ് പ്രൊവൈഡിങ് അവന്യൂസ് ഫോർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനുള്ള റെമഡീസും അതുപോലെ തന്നെ അവന്യൂസും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. ആൻഡ് ഫാമിലി ലോ കോൺട്രിബ്യൂട്ട്സ് ടു ദ സോഷ്യൽ ഫാബ്രിക് ഓഫ് ഇന്ത്യ, അങ്ങനെയാണ് പറയുന്നത്. ആൻഡ് ഫോസ്റ്ററിങ് ഹാർമണി ആൻഡ് സ്റ്റെബിലിറ്റി, അതിനാൽ എന്താണ് ഹാർമണിയും സ്റ്റെബിലിറ്റിയും ഉണ്ടാക്കുന്നു. ഫാമിലി ലോ അങ്ങനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട്. ആൻഡ് continued evolution and reform in family law are necessary to address contemporary challenges and uphold the rights of all family members in a changing society. എന്താണ് ഇതിൻ്റെ കണ്ടിന്യൂഡ് ആയിട്ടുള്ള എവല്യൂഷൻ ആൻഡ് റിഫോം ഇൻ ഫാമിലി ലോയിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവല്യൂഷനും റിഫോമും ആർ നെസസറി ടു അഡ്രസ് കണ്ടംപററി ചലഞ്ചസ് ആൻഡ് അപ്ഹോൾഡ് ദ റൈറ്റ്സ് ഓഫ് ഓൾ ഫാമിലി മെമ്പേഴ്സ്. അതായത് നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിൽ ഓരോ റൈറ്റ്സും കാര്യങ്ങളും മാറുമ്പോഴും അതനുസരിച്ച് ഓരോ ഇൻഡിവിജ്വൽ റൈറ്റ്സും ഫാമിലിയുടെ വെൽഫെയറും എൻഷുർ ചെയ്യുകയാണ് ഫാമിലി ലോ ഇതിൽ കൂടെ. സോ ഇതൊക്കെയാണ് നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി ലോയിൽ നമ്മൾ ഏറ്റവും ബേസായിട്ട് കാണുന്നത്. ഇതെല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് പോലെയാണ്. അത് ഇലാബറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാമിലി ലോ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മാരേജ് ആൻഡ് ഡിവോഴ്സും മാരേജിനെ കുറിച്ച് മാത്രമല്ല ഫാമിലി ലോ. ഇറ്റ്സ് അബൌട്ട് റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്, ഈക്വാലിറ്റി ഉണ്ട് ആൻഡ് ജസ്റ്റിസ് വിത്തിൻ എ പ്രൈവറ്റ് ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് സ്പിയർ. ഇത് ഫാമിലി, അതായത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള, പക്ഷേ പ്രൈവറ്റ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്പിയർ ആണ്. എന്താണത്? ഫാമിലി. ആ ഫാമിലീൻ്റെ ഉള്ളിലത്തെ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ട്രഡീഷൻസ്, ഈക്വാലിറ്റി, ഇത് ഓരോ ഫാമിലി മെമ്പറും ഈക്വൽ ആണ്. അവരുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ഫാമിലിയിലെ മൊത്തത്തിലുള്ള ട്രഡീഷൻസ്, ജസ്റ്റിസ്, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെല്ലാം കുറിച്ച് ഫാമിലി ലോ നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഫാമിലി ലോയിൽ ഇത്രയൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡൈവ് ഇൻ ടു മാരേജ് അണ്ടർ ഹിന്ദു ലോ ഇൻ ഡീറ്റെയിൽ, അതായത് അതെല്ലാം നമ്മൾ നോക്കുന്നു. മാരേജും കാര്യങ്ങളും എല്ലാം